നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. സുനിത വില്യംസ് മറ്റ് തടസ്സമൊന്നുമില്ലെങ്കിൽ ഉണ്ടാതിരിക്കുകയെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വെളുപ്പിൽ 3:27 ഫ്ലോറിഡയിൽ വന്ന് ഇറങ്ങാനുള്ള സംവിധാനമുണ്ട്. അവിടെ നിന്ന് നാസയുടെ ഉദ്യോഗസ്ഥർ വേണ്ട പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയിൽ നടക്കട്ടെ. അവർക്ക് എല്ലാവിധ ആശംസയും നേരാണ്. സുനിത വില്യംസ്, ഞാനീ സംസാരിച്ചിരിക്കുമ്പോൾ സുനിത വില്യംസ് 27,000 കിലോമീറ്റർ വേഗതയിൽ മണിക്കൂർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ആ വാഹനം. അതിന് സ്പീഡ് കുറച്ചൊക്കെയാണ് പരിക്കൂടാതെ താഴെ ഇറക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശൂന്യാകാശം, സ്പേസ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി ഉൾക്കൊള്ളുന്ന പ്രപഞ്ച രഹസ്യം, യൂണിവേഴ്സൽ സീക്രട്ട് ഓഫ് യൂണിവേഴ്സൽ? എൻ്റെ പൊന്ന് സഹോദരിമാരെ, മുസ്ലിങ്ങൾക്ക് നോമ്പ് കാലമാണ്, മറ്റ് ക്രിസ്ത്യൻ സമുദായം നോമ്പ് കാലഘട്ടമാണ്. ഹിന്ദു സമുദായങ്ങൾക്ക് പല പല ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരിക്കൽ കൂടി ക്ഷമയോചിച്ച് പറയണം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയുള്ള വസ്തു നമ്മുടെ മനുഷ്യ മനസ്സാണ്. പക്ഷെ അതിന് അടിസ്ഥാനമില്ല, ലിമിറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ന്യൂയോർക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ഡൽഹിയെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ ശൂന്യാകാശത്തെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ അതിന് അടിസ്ഥാനമില്ല. പിന്നെ അടിസ്ഥാനമുള്ള വസ്തു എന്ന് പറയുന്നത്, അളവുള്ള വസ്തു, കണക്കുള്ള വസ്തു ഉണ്ട്, പ്രകാശമാണ്. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അഥവാ 1,76,000 മൈലാണ്. അത് പ്രകാശത്തേക്കാൾ വേഗമുള്ള വസ്തു ടാക്യോൺ എന്ന് പറഞ്ഞൊരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആലപ്പുഴക്കാരനൊരു മലയാളി കണ്ടുപിടിച്ചു. അത് ഇന്ത്യക്കാരനായതും വിശിഷ്യ മലയാളി ആയതുകൊണ്ടും അത് വേണ്ടത്ര പ്രചാരം കിട്ടിയില്ല എന്നുണ്ട് നമ്മൾ അറിയുന്നില്ല. ഇന്നും നിലവിലുള്ള റെക്കോർഡ് 3 ലക്ഷം കിലോമീറ്റർ സ്പീഡുള്ള പ്രകാശ വേഗതയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ സുനിത വില്യംസ് വരുന്ന സ്പുട്നിക് ആ വാഹനം 27,000 കിലോമീറ്റർ വേഗതയിലാണ് വരുന്നത് മണിക്കൂറിൽ. അപ്പോൾ 27,000 കിലോമീറ്റർ വേഗതയും അതൊരു മണിക്കൂറിലാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റില്ല, അത്രയും വ്യത്യാസം വരും. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കാം, പ്രകാശം ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് കോടാനുകോടി കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അത് കണക്കിൽ അടയാളപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ അറ്റ്ലസ് ഗ്ലോബക്കില്ലേ, അതിൽ ഭൂമിയുടെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് എന്നൊക്കെ അടയാളപ്പെടുത്തിയത്. അതൊരു 36 എന്ന് കഴിഞ്ഞപ്പോൾ 42 പൂജ്യമുണ്ട്. ആ 42 പൂജ്യം നമുക്ക് വായിക്കാൻ പറ്റില്ല, അത്ര വലിയ സംഖ്യ. അപ്പോൾ വായിക്കാൻ പറ്റാത്ത സംഖ്യയാണ് പ്രകാശം ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി എന്ന് ആധുനിക ശാസ്ത്രവും ബൈബിളും ഖുർആനും ഗീതയൊക്കെ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ, കോടാനുകോടി വേഗതയിൽ കോടാനുകോടി വർഷം സഞ്ചരിച്ചിട്ടും ഭൂമിയിൽ എത്താത്തത്ര അകലത്തിൽ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു മനസ്സിലാക്കുക. 1960 കാലഘട്ടത്തിൽ നമ്മുടെ ചങ്ങമ്പുഴ പറയും, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിൻ്റെ എങ്ങാനും ഒരു കോണിൽ നിന്ന് നോക്കുന്ന മത്തിൻ കഥ എന്ത് കണ്ടു? ഈ ലോകഗോളം അല്ലെങ്കിൽ ഗോളം, ഈ ബ്രഹ്മാണ്ഡ കടാഹം എന്നൊക്കെ പറഞ്ഞാൽ അത് അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്. അതിന് ഞാൻ വ്യാഖ്യാനം പറയണ്ടല്ലോ. ഓക്കെ, അത് കഴിഞ്ഞ് 1961 അത് കഴിഞ്ഞ നമ്മളെ അത് കഴിഞ്ഞ് 1969 ജൂലൈ 16 നീൽ ആംസ്ട്രോങ്ങും ഉൾപ്പെടെ 3 പേര് ചന്ദ്രനിൽ ഇറങ്ങി. അവർ ചന്ദ്രനിൽ ഇറങ്ങിയത് ഭൂമിയുടെ ഏതോ ഭാഗത്താണ്. അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതസമരത്തിൽ ആളാകാൻ വേണ്ടി പേരെടുക്കാൻ വേണ്ടി ചെയ്ത അതൊക്കെ ഒരു ആരോപണമുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല.
അപ്പോൾ ആ 50 കാലഘട്ടം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് 70 കാലഘട്ടത്തിൽ ചന്ദ്രനിൽ പോയി മനുഷ്യപാദസ്പർശം ഏറ്റപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ കാണുന്ന അന്ധമല്ല, അജ്ഞാതമല്ല, അവർണ്ണീയമല്ല, നമ്മളെല്ലാം കൈപ്പിൽ ഒതുങ്ങുന്നു. ഓക്കെ, ചരിത്രം മുന്നോട്ട് പോയി. 1990 വീണ്ടും 20 വർഷം കഴിഞ്ഞപ്പോൾ അമേരിക്കയുടെ വോയേജർ ചൊവ്വയിലേക്ക് വിട്ടു. 20 പോയിട്ട് 10 വർഷം, 25, 35 വർഷം മുമ്പ് വോയേജർ ചൊവ്വയിൽ ചെന്നിട്ട് അവിടുന്ന് റേഡിയോ സന്ദേശം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ 4 മണിക്കൂർ ടൈം എടുത്തത്. നിങ്ങൾക്കറിയാം, റേഡിയോ സന്ദേശം വോയിസ് ഓഫ് അമേരിക്ക, റേഡിയോ മോസ്കോ ഒക്കെ ഏതാണ്ട് റേഡിയോ തരംഗങ്ങൾ അവിടെ നിന്ന് 50,000 കിലോമീറ്റർ അകലെയുള്ള അവിടെ നിന്നൊക്കെ ഓൺ ചെയ്യുമ്പോൾ അപ്പോഴത്തെ നമുക്ക് നമ്മുടെ പൊട്ട റേഡിയോയിൽ പോലും കിട്ടും. അത്ര സ്പീഡാണ് ഈ തരംഗം. അത് 4 മണിക്കൂർ എടുത്ത്. അപ്പോൾ ഏതാണ്ട് ആൾക്കാർക്ക് മനസ്സിലായി ഡിസ്റ്റൻസ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വീണ്ടും ചങ്ങമ്പുഴ പറഞ്ഞ ആ ശൈലിയിൽ ഇപ്പം നിൽക്കുകയാണ്. അനന്തമാണ്, അജ്ഞാതമാണ്, അവർണ്ണനീയമാണ്. ഇത്രയും മഹത്തും ബൃഹത്തുമായി ബ്രഹ്മാണ്ഡ കടാഹത്തിൽ കേവലം 50 വയസ്സ് ശരാശരി ആയുസ്സുള്ള മൊയ്തീൻ ഷായും കൂട്ടരും ചില കുടുംബ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ വെല്ലുവിളിക്കും, ഞാൻ വരാത്ത നിൻ്റെ ഭാഗ്യം, ഞാൻ വന്നിരുന്നെങ്കിൽ ശരിയായി കൊടുത്തത് എന്ന് പറയുന്ന നമ്മൾ ഒരു തലകർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾ സഹായം വേണ്ടേ? അപ്പോൾ ആദ്യമായിട്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കുക, നമ്മളിവിടെ ആരുമല്ല, കേവലം ഒരു ജീവി മാത്രം. മനുഷ്യർ പലതും കണ്ടുപിടിച്ച്, ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചെങ്കിലും മനുഷ്യനെ പോലെ ഒരു സൃഷ്ടി ഉണ്ടാക്കുക ഇതുവരെ സാധിച്ചില്ല. ആത്മാവുണ്ടാക്കാൻ പറ്റും. ചൈന ഇപ്പോൾ ഏതാണ്ട് ഒരു 99% വിജയിച്ചൊരു സ്ത്രീരൂപം ഉണ്ടാക്കി. പക്ഷെ അതിന് ആത്മാവില്ല. മറ്റൊരു കാര്യം കൂടിയില്ല. തെറ്റിദ്ധരിക്കുക, സെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ പറഞ്ഞ യന്ത്രം ഇതുണ്ടല്ലോ, അതിന് പോലും ലൂബ്രിക്കേഷൻ കൊടുത്തിട്ടാണ്, അതിൽ ഓയിൽ കൊടുത്തിട്ടാണ് ആ എൻജിൻ പ്രവർത്തിച്ച് പോകുന്നത്. ബാഹ്യമായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തോണ്ട് അല്ലെങ്കിൽ കൊടുത്തോണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ മനുഷ്യ സൃഷ്ടിയിൽ സ്ത്രീകൾക്ക് അവരുടെ ലൈംഗിക അവർ ലൂബ്രിക്കേഷൻ ഉണ്ട്. അത് എവിടെ നിന്ന് ഓയിൽ കൊടുത്തിട്ടാണ് വരുന്നത്? അതായത് ഇതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് അവൻ്റെ കഴിവ് അപാരമാണ്, അവർണ്ണനീയമാണ്, പിന്നെ വിവരണാതീതമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. എവിടെ നിന്നാണ് ആരാണ് അവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്? അതിനർത്ഥം അത്ര മഹത്തും ബൃഹത്തുമായി ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ നയിക്കുന്ന, സൃഷ്ടിക്കുന്ന ദൈവം അല്ല ഈശ്വരൻ അല്ലാഹു, അവനാണ് ഏറ്റവും മഹാൻ. ഒരു ഉദാഹരണം പറഞ്ഞ് നമ്മൾ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? മഹാകവി കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളി ശ്രീരാമേനോൻ, അല്ലെങ്കിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, അല്ലെങ്കിൽ മറ്റേ വൈക്കം മുഹമ്മദ് ബഷീർ, ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ്? അവരെ മുഖം നോക്കിയാണോ? അല്ല, അവർ എഴുതിയ കൃതികളിൽ അതിൽ ആഴം നോക്കിയാണ് നമ്മൾ അവർ മഹാനാണോ അല്ലെങ്കിൽ വലിയൊരാൾ ചിന്തിക്കുന്നത്. അതെന്ന് വെച്ചാൽ വരാനുള്ള കാര്യം നോക്കിയല്ല, കഴിഞ്ഞ സംഭവങ്ങൾ വിലയിരുത്തിയാണ് അയാളെ മഹാനാക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ബ്രഹ്മാണ്ഡ കടാഹത്തെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതല്ലേ ദൈവം. അപ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് മറ്റു സംശയം തോന്നണം. എന്താണ്? അങ്ങനെയെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മാണ്ഡ ഘടകത്തിലെ സൗരയൂഥത്തിലെ യൂണിവേഴ്സിലെ ഏറ്റവും ചെറുത് പറയാൻ പറ്റില്ല, അതിനേക്കാൾ വലുതാണ്. ഏറ്റവും ചെറുത് വേറൊരു എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള 50-60 വയസ്സ് ആയുസുള്ള ഈ ചെറിയ ഗ്രഹത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ രാജാവിൻ്റെ മകൻ, അല്ലെങ്കിൽ പിതാവിൻ്റെ പുത്രൻ എങ്ങനെയാണ് ദൈവമാവുക? ഈ സംശയം ഇന്ന് ലോകത്ത് കോടാനുകോടി ജനങ്ങളുടെ ഇടയിലുണ്ട്, ചിന്തിക്കുന്ന ഇടയിലുണ്ട്. ആ സംശയത്തിന് പൂർണ്ണത കിട്ടാത്തത് കൊണ്ടാണ് ജപ്പാനിലെ നിമിഷങ്ങൾക്ക് ലക്ഷങ്ങൾ ഫീസ് വാങ്ങിക്കുന്ന പോൺ താരം റായിലിൽ അവർ ഇസ്ലാമം സ്വീകരിച്ചു. അവർ പറയുന്ന ഇതാണ്, കഴിഞ്ഞ ദിവസത്തെ സംഭവം ലേറ്റസ്റ്റ് ന്യൂസാണ് ഈ പറഞ്ഞത്. അവർ പറഞ്ഞതാണ്, ഇത്രയും ബ്രഹ്മാണ്ഡ കടാഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിലെ ദൈവം. അല്ലാതെ ഒരു കേവലം ചെറിയ ഭൂഖണ്ഡത്തിൽ ജനിച്ചു വളർന്ന മരണമുള്ള, ദൈവത്തിന് മരണം ഉണ്ടാകാൻ പാടില്ലല്ലോ, മരണമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവമാകുക എന്നുള്ള ആ ചോദ്യത്തിൽ ഇന്ന് പലർക്കും ഉത്തരം ഇല്ല, പലർക്കും സംശയമുണ്ട്. അതാണ് നമ്മുടെ
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീർഘവീക്ഷണിൽ ഗഡ്ജു പറഞ്ഞത്. അങ്ങനെയാണ് ഈ ശ്രീരാമൻ എങ്ങനെ ദൈവമാകുന്നത്. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞില്ല, കാരണം ഞാൻ വർഷങ്ങൾ ഇത് പറയുമ്പോൾ ഇട്ടിട്ട് പറയുള്ളൂ. പറഞ്ഞാൽ ചിലവർക്ക് ബുദ്ധിമുട്ടായാലും വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഗഡ്ജു പറഞ്ഞ ശേഷം ഞാൻ ഇപ്പോൾ തുറന്നു പറയണം. അപ്പോൾ അതെ, പോൺ താരം നിമിഷങ്ങൾക്ക് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന പോൺ താരം സാരമൊന്നുമില്ല. ഇവിടുത്തെ മമ്മൂട്ടി മോഹൻലാൽ പോലല്ല, അവർ മോശമെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഇസ്ലാമം സ്വീകരിച്ചു. ലേറ്റസ്റ്റ് ന്യൂസ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നാം ഇവിടെ ആരുമല്ല എന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. അറിവില്ലായ്മയാണ് എൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ അറിവില്ലെന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. അറിവില്ലെന്ന അറിവില്ലാത്തൊരു മനുഷ്യൻ അവൻ അജ്ഞനാണ്, അവൻ നിർഗുണനാണ്, അഹങ്കാരിയും കൂടിയാണ്. അപ്പം ഞാൻ പലപ്പോഴും പറയാറ്, ഞാൻ എന്നെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ എന്നേക്ക് താഴെയുള്ള ആരുമില്ല. എൻ്റെ വിശ്വാസം പെർഫെക്റ്റ് ബിലീവാണ്. പെർഫെക്റ്റ് ബിലീവ് എന്താണ്? എന്നേക്കാൾ താഴെ ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തില്ല. കുറ്റവാളി വെച്ച് എന്നേക്കാൾ താഴെ അല്ലാതെ എന്നേക്കാൾ ഉയരത്തിൽ ആരുമില്ല. അത് ഞാൻ ഏറ്റവും ഉയരത്തിലുള്ള കുറ്റവാളി. എങ്കിൽ നമ്മൾ ഈ നോമ്പ് കാലം പറയും, എങ്കിൽ നമ്മൾ ദൈവത്തോട് പറഞ്ഞോ, ദൈവമേ, എങ്കിൽ പോലും മറ്റ് ആശ്രമില്ലാത്ത പേരിൽ അങ്ങയുടെ കാൽക്കൽ വീഴാണ്, അങ്ങക്ക് സ്വീകരിക്കാം, അത് തള്ളിക്കളയാം. തള്ളിക്കളയാൻ ഇഷ്ടമില്ല. അപ്പം അതൊക്കെയാണ് സംഗതികൾ. അത് നമ്മൾ മനസ്സിലാക്കി പോകണം. ഇനി എന്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു? എന്താണ് നിങ്ങൾ ഈ ബ്രഹ്മാണ്ഡകാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ചിന്തിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇപ്പം ഇതിൻ്റെ എന്താ വെച്ചാൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ നമ്മൾ ഖുർആനിലൊരു വാക്ക് കടമെടുക്കണം. നിനക്ക് ചിന്താശക്തി ഉണ്ട്, പക്ഷെ അത് ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്ത് ചിന്തിക്കേണ്ട, അത് എൻ്റെ കഴിവാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെയാണ്, ഇപ്പോൾ നമ്മൾക്കല്ലേ ഇപ്പോൾ കോതമംഗലം, മൂന്നാർ അങ്ങനെയായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഡൽഹിയാണ് പോകുന്നു, അല്ലെങ്കിൽ ന്യൂയോർക്കാണ് പോകുന്നു. ഇതിലേക്ക് അപ്പുറത്ത് മുകളിൽ ശൂന്യാകാശം. ഈ ശൂന്യാകാശത്തെ അപ്പുറത്ത് എന്താണ്? അതിൻ്റെ അപ്പുറത്ത് എന്താണ് ചിന്തിച്ച് നമ്മൾ കണ്ടാൽ ഭ്രാന്ത് പിടിച്ചു. എൻ്റെ ചില അവസ്ഥ വരാണ്. എനിക്ക് എൻ്റെ ഒരു ഈശ്വര വിശ്വാസം, അള്ളാഹുവിൽ വിശ്വാസമുള്ളതുകൊണ്ടും അള്ളാഹുവിന് ചെറിയ അനുഗ്രഹമുള്ളതുകൊണ്ടും പെട്ടെന്ന് എൻ്റെ മനസ്സ് കൂൾ ഡൗൺ ആവും, നോർമലാവും. അല്ലെങ്കിൽ ചങ്ങലക്കെട്ടി വന്നേനെ, ചങ്ങലട്ടി വരും. അത് എന്നെ മാത്രമല്ല, എന്നെ പോലെ ചിന്തിക്കുന്ന പലർക്കും ചങ്ങലട്ടി വരും. പക്ഷെ അവരെല്ലാം ഈശ്വര വിശ്വാസമുള്ളതും സ്വയം കൺട്രോൾ ഉള്ളതുകൊണ്ടും ആ ഘട്ടങ്ങളിൽ പെട്ടെന്ന് ഡൗൺ ആയിട്ട് നോർമലാകും. അതാണ് അവസ്ഥ. ഏതായാലും സുനിത വില്യംസിന് എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് അവരുടെ സുഖമായ യാത്രയ്ക്ക് ദൈവം അല്ലെങ്കിൽ അള്ളാഹു പടച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്താം. അടുത്ത 1-2 വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് ഭൗതികമാണ്. ഇപ്പോൾ നമ്മുടെ ലോക്കലാണ്. എന്താണത്? വിക്ടോറിയ ടെർമിനൽ ബോംബെയിൽ, ഇപ്പോൾ ശിവജി ടെർമിനൽ എന്ന് പറഞ്ഞില്ല, ഒരു വലിയ ഭാഗം, അവിടെ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു മരം വിക്ടോറിയ ടെർമിനലിൻ്റെ വികസനത്തിന് വേണ്ടി അത് വെട്ടിയേണ്ടി വന്നപ്പോൾ അന്നത്തെ ബോംബെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരും നേതാക്കളും പറഞ്ഞത്, ഇത് 100 വർഷം പഴക്കമുള്ള മരത്തിൽ വില നിശ്ചയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് 36 കിലോമീറ്റർ അകലെയുള്ള മലബാർ ഹില്ലിൽ കൂടെ സ്ഥാപിച്ചു. ഈ 1970 ഞാൻ ബോംബെയിലുണ്ട്, 70 ബോംബെയിൽ ഞാൻ ചെറിയ പയ്യനാണ് ഉണ്ട്. അപ്പോൾ ഇത്ര വർഷം 55 വർഷം മുൻപ് ആ മരം ഇന്നുണ്ട് അവിടെ. അവർ പറഞ്ഞ കാരണം 100 വർഷമുള്ള ഒരു വസ്തുവിന് വില അമൂല്യമാണ്, വില നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനാണ് നമ്മുടെ ലോകത്ത് പുരാവസ്തു ഗവേഷണ കേന്ദ്രവും പുരാവസ്തു സംരക്ഷണ കേന്ദ്രവും പുരാവസ്തു വകുപ്പും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളുമുണ്ട്, പുരോഗമനമായ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിലുണ്ട്. ആ പുരാവസ്തു നോക്കുമ്പോൾ ഇപ്പം ഞാൻ പറയാൻ കാരണം, നാഗ്പൂരിൽ ഔറംഗസീബിൻ്റെ കബറിടം മാറ്റണം എന്ന് പറഞ്ഞ് ഒരു പറ്റം വർഗീയ കോമരങ്ങൾ വിപ്ലവത്തിനിറങ്ങി പ്രഷർ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ നാട് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? അത് ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ കാരണം, ഇത് 10, 500, 600, 800 വർഷം പഴക്കമുള്ള ഒരു ശവകുടീരാണ്. അത് എന്തോകട്ടെ, ആടെയാകട്ടെ, അത് മാറ്റണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ചിന്താഗതിയിലാണ്. ഇത് കൂട്ടി നിൽക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ അതെന്ത് തെറ്റാണ്? മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ അവസ്ഥ എന്ത്? അതെന്താ മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞ നമ്മൾ BJP, RSS, സംഘപരിവാർ നല്ല പറയുന്നത്, നമുക്കൊരു സാമൂഹ്യ ബോധമുണ്ട്. അത് നെഹ്റു പറഞ്ഞെന്തറിയോ,
നെഹ്റു പറഞ്ഞിരിക്കുന്നത് വിദ്യാഹീനൻ്റെ വിദ്യയില്ല, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ വർഗീയതയേക്കാൾ അപകടം വിദ്യാസമൻ്റെ വർഗീയതയാണ്. അവന് ബോധപൂർവം ചെയ്യാണ്, മറ്റു ഉറങ്ങിക്കിടപ്പ് ചെയ്യാണ്. അതാ വ്യത്യാസം. അപ്പോൾ കേരളത്തിലിപ്പോൾ കാസർഗോഡ് സംഘപരിവാർ മറ്റു സംഘങ്ങൾ വർഗീയത പറയും. എന്തെത്തും, എങ്ങനെ എത്തും? ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു പുണ്യവാളൻ്റെ അതിൽ 400 പേര് മാറ്റി, പിന്നെ 4000 പേരായി, പിന്നെ ഒരുത്തൻ പറയുന്നത് 91 പേരായി. എന്താ പറയുന്നത്? അപ്പോൾ ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ ഹിന്ദു സമുദായത്തിലെ പെൺകുട്ടികൾ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ പോയിട്ട് 1-2 പേര് എന്തായാലും നമ്മുടെ എമിഎസിൻ്റെ ഇത് പുള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റ് ഏതൊരു സമുദായത്തെക്കാളും ഉന്നത കുലജാതരാണ് ക്രിസ്ത്യൻ സമുദായം, ഹിന്ദു സമുദായം. അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായത്തിലും ഒട്ടും പുറകില്ല ഹിന്ദു സമുദായം, ക്രിസ്ത്യൻ സമുദായം, പ്രത്യേകിച്ച് അവരെ പെൺകുട്ടികൾ, യുവതികളും. അങ്ങനെയുള്ള പെൺകുട്ടി, വിദ്യാസമ്പന്നരായ, സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, ചിന്താശക്തിയുള്ള ആ പെൺകുട്ടികളെ ഈ പൂഞ്ഞാറ് സിംഹത്തിൻ്റെ ഭാഷ പറഞ്ഞ് ഏതൊരു ചന്തപ്പയ്യൻ വന്ന് കയ്യും കാണിച്ചാൽ പോകാൻ മാത്രമുള്ളവർ, എൻ്റെ പൊന്ന് സഭാ നേതൃത്വമേ, പൊന്ന് ക്രിസ്തീയ നേതാക്കളെ, പൂഞ്ഞാറ് തന്നെ വിഡ്ഢികൾക്ക് എന്തും പറയാം. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അങ്ങനെ നിങ്ങളുടെ പെൺകുട്ടികൾ, നിങ്ങളുടെ സമുദായത്തിലെ യുവതികൾ ഏതെങ്കിലും ചന്ത മുസ്ലിം വന്ന് കൈയും കാലും കാണിച്ചാൽ പോകാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഹിന്ദു സമുദായത്തിലെ പെൺകുട്ടികളും ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളും അത്ര മോശമുള്ള ഒരു താട് ഞങ്ങൾക്കില്ലെന്ന് മാത്രമല്ല, മറ്റേത് സമുദായത്തെക്കാൾ കൂടുതൽ ദീർഘവീക്ഷണവും കഴിവും ചിന്താശക്തിയുള്ളതാണ്. അപ്പോൾ മേലാൽ അങ്ങനെ പറയല്ലേ, അതൊക്കെ തെറ്റല്ലേ? 10 വോട്ടിന് വേണ്ടി ജനങ്ങൾ വിഭജിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പമില്ലല്ലേ? സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെ നിങ്ങൾ കൊച്ചാക്കി കളയല്ലേ? അവർ നിങ്ങൾ കളിയാക്കല്ലേ, വഞ്ചിക്കല്ലേ? അതിനൊരിക്കൽ ചെയ്യില്ലേ സഭാ നേതൃത്വം മറ്റും ചെയ്യാണ്. പിന്നെ KT ജലീലിൻ്റെ ഒരു വിലയിരുത്തൽ, ഈ ജലീൽ സാഹിബിനൊക്കെ ഈ അറിവ് എവിടെ കിട്ടി? അതെങ്ങനെ പറയുന്നത്? അവർ ഒരിക്കൽ RSSകാരനായാൽ, എനിക്കത് ഞാൻ പറയുന്ന RSSകാരനായാൽ എത്ര ട്രെയിൻ കൊടുത്താലും മനസ്സ് മാറില്ല. അതുപോലെ സിമിയുടെ പ്രവർത്തകനായിരുന്നു KT ജലീലായതുകൊണ്ട് ഒരിക്കലും ആ മനസ്സ് വർഗീയത മാറില്ല. KT ജലീലിനെ കുറിച്ച് പേരെടുത്ത് പറയാണ്, സിമിയുടെ പ്രവർത്തകനായ KT ജലീലിനെ ഒരിക്കലും വർഗീയത വിട്ടു മാറാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽ ക്ഷീണം വരാവുന്ന കാര്യങ്ങൾ അറിഞ്ഞു വെച്ചൊരു വഴി മരുന്നിട്ട് കൊടുക്കാവോ? KT ജലീൽ ഇന്നും ചോദിക്കുക, ഇടൂ മിനിയാന്ന് മലേഷ്യയിൽ നിന്ന് 2 പെണ്ണുങ്ങൾ വന്ന് കോടികൾ മയക്കുമരുന്നായിട്ട്, ഇന്ന് ആഫ്രിക്കയിൽ നിന്ന് 2 സ്റ്റുഡൻറ്റ് വന്ന് കോടികൾ, 13 പേര് 7 കിലോ, 1 കിലോ ഹെറോയിൻ അല്ലെങ്കിൽ ഈ സാധനത്തിന് 100 കോടി രൂപയാണ് ഇന്ത്യൻ രൂപ. $1 കോടി വിദേശ മാർക്കറ്റ്. $1 കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഏതാണ്ട് 100ഓളം വരും. അപ്പോൾ എത്ര രൂപയായി? 100 കോടിയായില്ലേ? ഇന്ന് സ്വർണത്തിന് 1/2 കോടിയുള്ളൂ. 60-70 ലക്ഷമുള്ള 1 കിലോ സ്വർണത്തിന്. ആ 1 കിലോ സ്വർണത്തിന് വിലയുടെ ഏത് 200 ഇരട്ടി ഉണ്ട് 1 കിലോ ഹെറോയിൻ അല്ലെങ്കിൽ അതുപോലെ സാധനത്ത്. അപ്പോൾ 13-7 കിലോ ഉണ്ടെങ്കിൽ എത്ര 1000 കോടി രൂപയുടെ ജലീലിനറിയാവോ? ആലുവയുണ്ട്, ആലുവ സ്റ്റേഷൻ. ആലുവയിൽ ഇപ്പോഴത്തെ മെട്രോ സ്റ്റേഷൻ എടുത്ത് അവിടെ സൂപ്രണ്ട് പോലീസിൻ്റെ ഓഫീസിൻ്റെ കുറേ കാലം ഞാനിവിടെ പലവരും പോയിട്ടില്ല. ഇന്നിപ്പോൾ അവർ അങ്ങോട്ട് പവർ ഹൗസിലേക്ക് മാറി. അവിടെ ഒരു പ്രസിഡന്റ് ആയിരുന്നു, അവൻ കള്ള ഡോളർ അടിച്ച്, നോട്ടടിച്ച് മുതലാവില്ല, നോട്ടടിച്ചതിൻ്റെ അടുത്ത് അതേ അധ്വാനാണ് ഡോളർ അടിച്ചാൽ അവന് കിട്ടിയ 80-100 ഇരട്ടി കിട്ടും എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് വിഷയമല്ല ഈ ഇതേക്കറുന്നത്. അങ്ങനെ ചെയ്യുന്ന കാലത്ത് നിങ്ങൾ പറയണം മദ്രസ പഠനം കൊണ്ടാണ് പഠിച്ചവരാണ് ഇത് അധികം വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് KT ജലീലെ ശരിയാവുന്നത്? ഞാൻ ജലീലിൻ്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഇന്നലെ ഇതിനേക്കാൾ എത്രയും എടുക്കണ സമർത്ഥനും വിദ്യാസമ്പന്നനുമാണ്. പക്ഷെ മണ്ടത്തരം പറയാണ്, വർഗീയതകളത് മണ്ടത്തര. അതായത് നമ്മുടെ പുരുഷോത്തമൻ കാർത്തികേയൻ, മുൻ സ്പീക്കർ, മരിച്ചു. ആ സ്പീക്കർ കാർത്തികേയൻ ആലുവയിൽ YMCA, ജലീൽ അറിയും, ആലുവ YMCA പേരിട്ട സ്ഥാപനമാണ്, യങ്മൻ ക്രിസ്ത്യൻ അസോസിയേഷൻ. അതൊക്കെ YMCA ഉണ്ട്. അവിടെ ഹാളുണ്ട്, എല്ലാവരും പരിപാടിയൊക്കെ. ഒരു പരിപാടി ക്രിസ്ത്യൻ യുവാക്കളെ വെച്ച്. അപ്പോൾ കാർത്തികൻ പറഞ്ഞൊരു ഭാഷ പറഞ്ഞു, ഇപ്പോൾ ഒന്നല്ല വർഷം മുമ്പ്, അത് മരിച്ചിട്ട് 10 വർഷം. ക്രിസ്ത്യൻ സമുദായത്തിലെ ചെറുപ്പക്കാർ അങ്ങനെ തീവ്രവാദത്തിൽ പോകുന്നില്ല എന്ന്. ഒരു പദ്ധതി ശരിയാണ്. ഏത് ഞാൻ കാർത്തികൻ സാറ് മരിച്ചിട്ട് പറഞ്ഞു, ഈ KT ജലീലിനോട് ഏത് സാഹചര്യത്തിലാണോ ഒരു വ്യക്തികൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ കക്കാൻ പോകുന്നത്?
പെണ്ണുപിടിക്കാൻ പറ്റും, അത് വേറെ കാര്യമാണ്. കക്കാൻ പോകുന്നതാണ്. അവന് ജീവിക്ക് ഒരു മാർഗമില്ല വരുമ്പോഴാണ് കക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തീവ്രവാദത്തിൽ പോകുന്നത്. എന്തുകൊണ്ടെന്ന് അറിയോ? ക്രിസ്ത്യൻ സമുദായത്തിലെ ആൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലിയാണ്. അവർ ഉപദേശിക്കാൻ പല പല മേഖലകളുണ്ട്. തന്നെയുമല്ല, ബിസിനസ് ചെയ്യാവുന്ന 3 ബിസിനസ് ഉണ്ട്. ഒന്ന് പന്നി വളർത്തൽ, പെറ്റ് പെരുകുന്നതാണ്. പലിശ, പെറ്റ് വരുന്നതാണ്. പിന്നെ ലഹരി അല്ലെങ്കിൽ മദ്യം. ഇത് 3 മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്. പറഞ്ഞാലേ പണം ഉണ്ടാക്കുന്ന 3 ഭൗതിക ബിസിനസ്സും മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്. അതിനത് ആപത്താണ്, അതുകൂടെ നിഷിദ്ധമാക്കി വെറുതെയാക്കിയല്ല. അങ്ങനെ വരുമ്പോൾ ഈ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യത കുറവ്. ഒരു ബിസിനസ് തുടങ്ങാൻ മൂലധനമില്ല, എങ്ങനെയോ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വഴി തെറ്റിപ്പോവും. അത് ഏതുപോലെ എന്നറിയോ? ഇപ്പം ബോംബെ പട്ടണം നിങ്ങൾക്കറിയാം. അവിടെ മലയാളികൾ പലരും അവിടെ ചെന്ന് ജോലി അന്വേഷിച്ച് കഷ്ടപ്പെട്ട് പട്ടിണി എടുക്കുമ്പോഴേ വെള്ളിയാഴ്ച പോലും പള്ളി പോകാത്ത മുസ്ലിങ്ങളുണ്ട്. അവൻ വെള്ളിയാഴ്ച പള്ളി പോകാത്ത ഭക്ഷണം കഴിക്കാൻ നോക്കുമോ? ആർക്കാണ് പള്ളി പട്ടമൊക്കെ? സമ്പന്നന്മാർക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ സൗകര്യമുള്ളവർക്ക്. ദരിദ്രവാസി വെച്ചാൽ അവന് ഭഗവാൻ പോലും അല്ലെങ്കിൽ ക്രിസ്തുദേവൻ പോലും രൂപയുടെ വേണമെന്ന് പറഞ്ഞാലേ വിശക്കുന്ന മുൻപിൽ അവന് വിശപ്പിന് പരിഹാരം. ഈ ലോകത്ത് ഏറ്റവും വലിയ ദുഃഖം എന്നുണ്ട്. ചിലർ പറയും മക്കളില്ലാത്ത ദുഃഖമാണ്, ചിലർ മക്കൾ മരിച്ച ദുഃഖമാണ്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ദുഃഖം. അതൊന്നുമില്ല. വേറെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യാർത്തി. ദാരിദ്ര്യത്തെ അത്ര ആർത്തി അല്ലെങ്കിൽ ദുഃഖം വേറൊന്നില്ല. അപ്പോൾ ദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടി അവനെ ചെയ്യും. ഇപ്പം ഇന്ന് ഗഡ്കരി പറഞ്ഞില്ലേ, ഗഡ്കരി സാമാന്യം ഒരു മനുഷ്യത്തുള്ളൊരു BJP നേതാവാണ്. അപ്പം നാഗപ്പൂരിൽ ആ കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 157 പ്രഖ്യാപിച്ച് പട്ടാളക്ക് കർഫ്യൂ ഒക്കെയാണ്. അതിന് 2-3 വർഷങ്ങളുണ്ട്. ഒന്ന്, ഈ ഗഡ്കരിയെ ഒരു പക്ഷേ BJPയിൽ നിന്ന് പുറത്തു വന്നോ അല്ലെങ്കിൽ BJP നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട് ചിലർ. അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മണ്ഡലമായ നാഗ്പൂരിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ കൊച്ചാക്കണം. അതാണ് ഒരു പോയിന്റ്. അല്ല ഔറംഗസീബിൻ്റെ കവറുമായിട്ട് അന്നല്ല ഇവിടെ. അവിടെ അദ്ദേഹത്തെ കൊച്ചാക്കുക. BJPയിൽ ഏതായാലും വിമത സ്വഭാവമുള്ള ഒരാളാണ് ഈ ഗഡ്കരി. ഒരു പരിധി വാജ്പേയി പോലെ എന്നല്ലെങ്കിലും കുറച്ചുകൂടിയൊക്കെ മനുഷ്യത്വ ആളുമാണ്. സംഘപരിവാർ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പോൾ അതൊരു വശം. അതുകൂടെ അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളോട് ചോദിച്ചു, ABC ചാനൽ പറയണം, എന്താണ് നിങ്ങൾ റിക്ഷാവാല, ശുചീകരണ തൊഴിലാളി, ഓട്ടോ ഡ്രൈവർമാർ, ചായവാല, അങ്ങനെ ഏറ്റവും താഴേക്കിടയിലുള്ള പണികൾ ചെയ്താൽ മതിയോ? നിങ്ങൾക്ക് ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആകേണ്ടതെന്ന് ഗഡ്കരി ചോദിച്ചായിട്ട് ഒരു ABC ചാനലിൽ ഒരു മുസ്ലിം നാമധാരി പറഞ്ഞു. പറയുമ്പോൾ ശരിയല്ലേ? അല്ലെ പൊന്ന് സാറേ ഗഡ്കരി, വയറ്റിലേക്ക് വിശപ്പിന് ഭക്ഷണം കഴിക്കാൻ വഴി നോക്കുമോ? ഡോക്ടർ എഞ്ചിനീയർ പോവോ? ദാരിദ്ര്യമാണ് ഇതിനെല്ലാം പരിഹാരം. 2 കാര്യം. ഒന്ന് വിദ്യാഭ്യാസമില്ലായ്ക, ഒന്ന് അജ്ഞത. അല്ല, ആ വിദ്യാഭ്യാസമില്ലായ്ക പിന്നെ ദാരിദ്ര്യം. ഇത് 2 വന്നാൽ പിന്നെ മനുഷ്യൻ ചീത്തയാൻ വല്ല വഴിയുണ്ടോ? എന്ന് വിചാരിച്ച് ഇവരെല്ലാം ലഹരി മരുന്ന് പോകണമല്ല ഞങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അതായത് എത്ര കൂടുതൽ മുസ്ലിങ്ങളുടെ ജില്ലയാണ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതിൽ നല്ല വന്നാലും ചീത്ത വന്നാലും ആ എണ്ണത്തിനനുസരിച്ച് ആനുപാതികമായിട്ട് വരും. അതിന് മനോരമ ഇവിടെ ഉദ്ധരിച്ച് എടുത്തുകൊണ്ട് കോട്ട് കിട്ടാണ് 200 പേരിൽ 65% മുസ്ലിങ്ങൾ, അത് 10% മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞത്. KT ജലീൽ ഇതൊരു സൈക്കോളജിക്കൽ കൂട്ടായ്മയുള്ള ഒരു കാര്യം ഉറപ്പിച്ചോ, ജലീൽ ഏതായാലും സീറ്റ് കിട്ടാൻ പോകുന്ന LDFിൽ ജലീൽ ഈ അടുത്ത അസംബ്ലി ഇലക്ഷൻ BJPയിൽ ചാടും, ഒരു സംശയം കാര്യത്തില്ല. കേട്ടിരുന്നോ നിങ്ങൾ പറയും? ഇപ്പം മൊയ്തീൻ ഷാ നിങ്ങൾ കേട്ടിരുന്നോ? BJPയിലേക്ക് ജലീൽ ചാടും. അല്ല, കോൺഗ്രസ് പോയിട്ട് കാര്യമില്ല, കുഞ്ഞാക്കയുള്ളപാടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കോൺഗ്രസിൽ പോകാൻ ഈ പ്രസ്ഥാനമല്ല വേണ്ടത്. പിന്നെയുള്ള BJP ആശ്രയം. മറ്റാൾ പോയില്ലേ, വലിയാക്കാന്ന് പറഞ്ഞ കുഞ്ഞാക്ക്, മറ്റേ പുള്ളിക്കാരൻ കോൺഗ്രസിൽ പോയില്ലേ, BJP പോയില്ലേ? ഇപ്പം കേൾക്കാനുണ്ടോ? അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ വിദ്യാസമ്പന്നനായ ഡോക്ടറേറ്റുള്ള KT ജലീൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഏതെങ്കിലും മലബാർ മണ്ഡലത്തിൽ വന്നാൽ അതിശയപ്പെടേണ്ട. അതാണ് കളിയുടെ പോക്ക്. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥാനത്ത് പോയിക്കോ, ഏത് പാർട്ടി ചേർന്നോ, പക്ഷേ ഈ ഒരു സമുദായമുണ്ട് ഇവിടെ. പല സമുദായങ്ങളുണ്ട്, എന്നാലും പാവങ്ങൾ കൂടുതലുള്ള ഇതാണ്. കാരണം ഇന്ത്യയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എന്ത് നേടി. അപ്പോൾ മുസ്ലിം നേതാക്കൾ ഉറങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. ഇത് നമ്മൾ അന്നത്തെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പോലും പറഞ്ഞോ, ഇന്ത്യയിൽ മുസ്ലിം, നമ്മുടെ ഗഡ്കരിയോട് പറയാണ്, ഇന്ത്യയിൽ മുസ്ലിം സമുദായം ദളിതിനേക്കാൾ കഷ്ടമാണ്. വിദ്യാഭ്യാസം കൊണ്ടും മറ്റ് സാമൂഹ്യ മുന്നേറ്റം കൊണ്ടൊക്കെ. അതേസമയത്ത് എന്തുണ്ടായി, കുറച്ച് പേര് കൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, അതൊക്കെ ആനുപാതികം നോക്കി എത്ര ശതമാനമുണ്ട്.
ഞാൻ പറഞ്ഞ 6-8% ഉടമയെന്ന് ഭൂസ്വത്തിന് ഉടമയെന്ന് മുസ്ലിങ്ങൾ സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഭാരത സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് ഇന്ന് 1% താഴെയായി. 36 കോടി ജനങ്ങളുണ്ടായപ്പോൾ 100ഓളം മുസ്ലിം MP മാരുണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ. നിങ്ങൾ കേൾക്കണം, ബുദ്ധിയിട്ട് മനസ്സിലാക്കണം. മറ്റിതര സമുദായത്തോട് പറയുന്നത് 36 കോടി ജനങ്ങളുണ്ടായപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ 100ഓളം മുസ്ലിം MP മാർ കോൺഗ്രസ് ടിക്കറ്റിൽ, അത് വേറെ പാർട്ടിയൊന്നും ഇല്ലല്ലോ. അതേ കോൺഗ്രസിൽ ഇന്നിപ്പോൾ ജനസംഖ്യ 140 കോടി, 150 കോടി അടുത്ത 150 കോടി അടുത്ത് വന്നപ്പോഴും എത്രയായി? 10-12 ഉള്ളൂ. 12 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. എന്നിട്ട് എവിടെ ഇപ്പം എന്ത് പറ്റി? മുഖ്യമന്ത്രി എവിടെയുണ്ട്? എവിടെയെങ്കിലും ഉണ്ടോ കാശ്മീർ ഒഴിച്ച്? ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ കേരള രാഷ്ട്രീയത്തിൽ വന്നാൽ അന്തോണി മുഖ്യമന്ത്രിയാകാൻ ഒരു ശ്രമം നടത്തു പറയുന്നുണ്ട്. കോൺഗ്രസ് എന്ത് കിട്ടിയാലും പാഠം പഠിക്കില്ല. ഈ മണ്ടൻ അന്തോണി നയിക്കുന്ന കോൺഗ്രസ് എത്ര അടി കിട്ടിയാലും പാഠം മനസ്സിലാവില്ല. ഇപ്പം എന്താണ് ചാവാൻ കിടക്കുന്ന, അല്ലെങ്കിൽ മരണത്തിൽ വെക്കുന്ന VM സുധീരൻ, മുല്ലപ്പള്ളി, മുരളീധരനൊക്കെ പോട്ടെ, പിന്നെ ആന്റണി, ഇതിപ്പോൾ മറ്റേ എന്താണ് ഒരു ഇവിടെ കോട്ടയം ജില്ലയിലെ ഒരു നേതാവുണ്ടല്ലോ, പേര് വിട്ടുകൊടുത്തത്, അഗസ്ത്യ നേതാവ്, അവർക്കെല്ലാം ഇപ്പം മന്ത്രിയാകണോ MLA ആകണോ, കഴിയുമെങ്കിൽ മുഖ്യമന്ത്രി ആകണം. BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിലെ പിണറായി സഖാവും തമ്മിൽ അന്തധാര ഉണ്ടായി. പിന്നെ അണ്ണന് പിന്നെ ഇതൊക്കെ ഉണ്ടായി. ഇപ്പം പരസ്യമായിട്ട് യോജിക്കാൻ പോവാണ്. എന്താ ചോദിക്കാൻ പാടുള്ളതെന്ന് കുഴപ്പം? മാർക്സിസ്റ്റ് പാർട്ടി സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് ആ കൊടി ചുവന്ന കൊടി കാവി കളറായി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന ആരാണ്? പിണറായി സഖാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ബന്ധം? അങ്ങനെ തീഷ്ണമായ രീതിയിൽ അവർ ഭരണം പിടിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഈ മണ്ടന്മാർ ഇപ്പോഴും എഴുന്നേൽക്കാൻ പറ്റുന്നത് അന്തോണി ഒരുത്തനാണ്. യാതൊരു കഴിവില്ലാത്ത ഷണ്ണനാണ്. കേസ് വിട്ടാലുമില്ല ഈ കോൺഗ്രസ് ഈ പരുവത്തിളക്കിയത്. ആന്റണി മറ്റേ എത്ര മുസ്ലിം നേതാക്കളുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ. നിങ്ങൾ ഈ സോണിയയുടെ പോയി നിങ്ങൾ കുശുകുശു പറഞ്ഞ് തലക്കോറി ഇരുന്നിട്ടില്ല ഈ സമുദായത്തെ മുഴുവൻ മാറ്റിവെച്ചത്. നിങ്ങൾ 20% ഈ സമുദായത്തെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമോ? കേരളത്തിൽ 40% ഉണ്ട്, അവർ മടങ്ങാൻ പറ്റുമോ? ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്സാണ് സംബന്ധിച്ചു ദേശീയ പാർട്ടി തന്നെയാണ്. പക്ഷേ ഇതിങ്ങനെയുള്ള അന്യായങ്ങൾ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഈ സമുദായം അറിയണ്ടേ, ഈ സമൂഹം അറിയണ്ടേ? നമ്മൾ ഒരിക്കലും വർഗീയ തീവ്രം പറഞ്ഞില്ല. എന്താണ് ജനസംഖ്യക്ക് ആനുപാതികമായി സംവരണം കൊടുക്കാൻ പറഞ്ഞുള്ളൂ. അതിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നീതി ലഭിക്കാൻ, അതാണ് നീതിയേ ഉള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരിക്കലും വർഗീയത പറഞ്ഞില്ല. ജനസംഖ്യക്ക് അടിസ്ഥാനത്തിൽ സംവരണം വേണം. അത് തെരഞ്ഞെടുപ്പ് വേണം, തൊഴിൽ വേണം, പഠനത്തിൽ വേണം. അവിടെ നമ്മൾ മണ്ടത്തരം കാണിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ചിന്താഗതി വെച്ച് ഞാൻ ഒറ്റപ്പെട്ട് കാണുമ്പോൾ ഞാൻ അംബേദ്കർ ആലോചിച്ചാണ്. അംബേദ്കർക്ക് എന്നേക്കാൾ എത്ര വലിയ ആളാണ്. അപ്പോൾ അദ്ദേഹം എന്തുമാത്രം ഒറ്റപ്പെട്ട് കാണും, സമൂഹത്തിൽ അനുഭവിച്ചു കാണും. ആഴ്ചത്തെ മരിച്ചു പോയില്ലേ? പക്ഷെ അംബേദ്കർ 2 അപകടം, 2 കണക്കൂടി തെറ്റ്. ഒന്ന്, എൻ്റെ ശബ്ദം കേൾക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാരും തത്വജ്ഞാനികൾക്ക് കേൾക്കാൻ വേണ്ടി പാട്. ഒന്ന് തെറ്റ് നിങ്ങൾക്ക് പറയാം. ഞാൻ ജനിച്ചു വളർന്ന ജാതി അല്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് മറ്റൊരു സമുദായത്തിലേക്ക് നമ്മുടെ ഗ്യാങ് അധികം ആൾക്കാരെ ഒറ്റ പോകുമില്ല, ആൾക്കാരുടെ പോവുക. അത് ബുദ്ധമതത്തിൽ ഇത്രയും നല്ല മണ്ടത്തിൽ പറയുന്നുണ്ടോ? ആ മതം നശിപ്പിച്ചു, ഈ പറഞ്ഞ കോയിലും നശിപ്പിച്ചു. ഇന്നിപ്പോൾ ആണും പെണ്ണുമില്ലാത്ത രീതിയിൽ ബുദ്ധമതത്തെ ആക്കിയില്ലേ? കാരണം സ്വന്തം സമുദായത്തിൽ എന്ത് കുഴപ്പം ജനിച്ചു വളർന്നത്, ജനിച്ച നാട് പൊന്നാട്. അപ്പോൾ അംബേദ്കർ ചെയ്തതിൽ ഒരു വലിയൊരു അപാകത പറ്റിയത്. കുറ്റം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം തെറ്റിയെന്ന് പറയാൻ പറ്റില്ല, അപാകതയായിപ്പോയത്. എന്താണ്? ആ മതം മാറ്റം ഒരു സെറ്റായിപ്പോയത്. മറ്റൊന്ന്, ഇരട്ട പൗരത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ഗാന്ധി സമരം ചെയ്തപ്പോൾ അദ്ദേഹം പിന്മാറരുത്. ആ ഇരട്ട പൗരത്വമെങ്കിൽ തെളിവുകളുടെ അവസ്ഥ ഇന്ത്യയിൽ എന്തായിരുന്നു? അപ്പം ആ 2 കാര്യത്തിൽ അംബേദ്കറിന് പോലും വീഴ്ച പറ്റി, അല്ലെങ്കിൽ പിന്നെ തീരുമാനമെടുത്തതിൽ ഉചിതമായില്ല എന്നും മൊയ്തീൻ ഷാ പറഞ്ഞാൽ എനിക്കുണ്ട് ഒരു ഇസം. അത് ഷായിസം എന്ന് പറയുന്നറിയോ? ജനസംഖ്യാനുപാതികമായി സവർണം, തെരഞ്ഞെടുപ്പ്, പഠന, തൊഴിൽ എന്നീ പൊതു സ്വകാര്യ മേഖലയിൽ വേണമെന്നൊരു ഇസമാണ്. അത് ഷായിസം എന്ന് തന്നെ പറയുന്നത്. അപ്പം ഇതാണ് അവസ്ഥ. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്
ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ മണലൂർ പിന്നെ വി എം സുധീരൻ നിർത്താൻ പോണ്. ഞാനത് പറഞ്ഞു, ഒരിക്കലും പറഞ്ഞ് നിർത്താം. ഇത്ര പറഞ്ഞിട്ട് കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. ആള് ക്ലീൻ ഇമേജാണ്. എന്ത് ക്ലീൻ? സ്വന്തം മാൻഡേറ്റ് പിന്നെ ഇമേജ് നിർത്താൻ വേണ്ടി കണ്ണാടി ദിവസം നോക്കും ആനണിയും ഈ സുധീരനും എൻ്റെ ഇമേജിന് കോട്ടോടോ ഇല്ല. അതല്ലാതെ വേറെ ഒരു തന്നെ ഈ ചാര നിരോധനവും മറ്റ് മദ്യഷാപ്പിന് വേണ്ടി സമരം ചെയ്തൊക്കെ ബാറിന് സമരം ചെയ്തൊക്കെ തെറ്റായി പോയില്ലേ. ഇനി വി എം സുധീരൻ ജനിച്ചുള്ള സമുദായം ഞാൻ ഒരിക്കലും പറയാണ്, പേരെടുത്തോടെ ഈഴോ സമുദായം ഇല്ലേ, ഈഴ സമുദായം 25% കേരളത്തിലുണ്ട്. അതിൽ 70 മുതൽ 80% വരെയും ഈ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 70 മുതൽ 80% വരെയും LDF അനുഭാവികളാണ്, LDF-കാരാണ്. ബാക്കിയുള്ള 20% പുറത്ത് നിൽക്കുന്നത് ഈഴോ വിഭാഗത്തിൽ. അതിൽ 10% BJPക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെയുള്ള 10% വോട്ടാണ് ആകെ UDF കിട്ടുന്നത്. ആ 25-ന് 10% എന്ന് പറഞ്ഞത് 2.5% ആണ്. ഇതൊക്കെ ഈ കണക്ക് നിങ്ങൾക്ക് അറിയില്ലേ? അല്ലെങ്കിൽ കണക്ക് ശാസ്ത്രത്തോട് ചോദിക്കുക, കണക്ക് അധ്യാപകനോട് ചോദിക്കുക. 25-ന്റെ 10 എന്ന് പറയുന്നത് 100-ന്റെ 2% ആ 2% വോട്ടാണ് സുധീറിന് കിട്ടാൻ സാധ്യതയുള്ളത് UDF-ൽ നിന്ന്. പിന്നെ UDF-ന് പുറത്ത് കിട്ടും, അത് വേറെ. അതുകൊണ്ട് മാത്രം UDF-ന് ആ സമുദായത്തിൽ നിന്ന് വോട്ട് ഒരു 70% വോട്ട് കിട്ടാൻ ജയിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ കുഞ്ഞാക്ക നിൽക്കുന്നുണ്ട്. കുഞ്ഞാക്കയുടെ സമുദായം മുസ്ലിമാണ്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിച്ചു. അവരുടെ സമുദായത്തിൽ ഒരു 60-70% വോട്ട് കിട്ടിയില്ലെങ്കിൽ ജയിക്കാൻ പറ്റുമോ? പിന്നെ അന്തോണി പോലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ തിരുവരങ്ങാടി നിർത്തി, അത് വേറെ, അതൊക്കെ എക്സ്ട്രാ റെയർ കേസാണ്. അപ്പോൾ എന്ത് ഈ കോൺഗ്രസ് മനസ്സിലാക്കാത്തത്? ഈ രാഹുൽ എവിടെ വായി വിളിച്ചിരുന്നാ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കണ്ടുപിടിച്ചാണ് വി എം സുധീരനെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ഇപ്പോൾ അന്തോണിക്ക് ഒരു ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. അവസാന നിമിഷം ആകാതെ ഈ പാർട്ടി നയിപ്പിച്ച് മോനെ BJP കൊണ്ട് ഈ ജാമ്യം കൊടുത്തിട്ട് സ്വന്തമായി നിൽക്കുകയാണ് കേരള മുഖ്യമന്ത്രിയാകാൻ. എന്തെങ്കിലും കാര്യം ഏതെങ്കിലും സമയത്ത് ഇന്ത്യക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, മലയാളിക്ക് വേണ്ടി കേരളത്തിൽ വിളിച്ചിട്ട് സ്വന്തം സമുദായം വിളിച്ചത് കേട്ടോ, സ്വന്തം കുടുംബക്കാർ വിളിച്ചിട്ട് അതുപോലെ നിർഗുണമാണ്. ആ നിർഗുണയാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ പതുക്കെ ചെവി പൊക്കി ഷർട്ടൊക്കെ ചുരുട്ടി പന്നുപിടിക്ക് വയ്ക്കണമെങ്കിൽ വേണ്ട പൊട്ടിച്ച് പോയി കൊടുക്കണം. നിങ്ങൾ വെച്ചോന്നേ, ക്രിസ്ത്യാനി വെച്ചോ, നിങ്ങൾ ഈഴവന് വെച്ചോ, കുറച്ചുകൂടി ചെറുപ്പമുള്ള ഒരു 60 വയസ്സ് താഴെയുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള പിന്നെ പ്രവർത്തിക്കുന്ന നിങ്ങൾ വെച്ചോ, ഒരു കുഴപ്പമില്ല. ഈഴവന് സീറ്റ് കൊടുക്കണം ഞങ്ങളതല്ല, ക്രിസ്ത്യാനി കൊടുക്കണം ഞങ്ങളതല്ല. ഞങ്ങളാണല്ലോ പറഞ്ഞത് ക്രിസ്ത്യാനിയെ KPC പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞ് ഞങ്ങളല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ IBയുടെ ജോർജിയുടെ മകൻ എന്താ കുഴപ്പം? അതൊക്കെ മിടുക്കരാണ്, കഴിവുണ്ട്, ചെറുപ്പമാണ്. എത്ര അസുഖമെന്നറിയോ? പടച്ചവരെ ദൈവമേ, അസുഖം ആർക്ക് വരാതിരിക്കട്ടെ. അതുപോലെ എന്തും പിന്നെ ഒരു കാര്യം ചെയ്യാന്ന്. ഇനി ഒരാൾ ഇരിപ്പുണ്ട് ഇവിടെ, വയലാർ രവി. ആളെ കണ്ട തിരിച്ചറിയുന്നുള്ള ആ വട്ടത്തിൽ. അന്നിപ്പോൾ എൻ്റെ നേതാവ് CP ജോൺ അവിടെ ചെന്ന് കണ്ട് സംസാരിച്ചു. ആളെ അറിയുന്നുണ്ട്, അദ്ദേഹത്തെയും കൊണ്ടുവരാം, അതും കഴിവുള്ള ആളാണ്. അങ്ങനെ വടുവൃദ്ധന്മാരെ ഒരു മേഖലയാക്കി കോൺഗ്രസ് നശിപ്പിച്ച് വീണ്ടും BJP പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കൊടുത്ത് അടുത്ത ഇലക്ഷനിൽ BJP സ്വന്തമായിട്ട് കേരളം ഭരിക്കാം. അപ്പം ഇവന്മാരെല്ലാം അസുഖം മാറും, രാഹുലിനും മാറും, സുധാകരന്മാരൊക്കെ മാറും. എടോ അങ്ങനെയൊന്നും അല്ല വേണ്ടത്. ജനസംഖ്യാനുമായിട്ട് വരണം, അത് വോട്ട് ശതമാനം നോക്കി സ്ഥാനത്ത് എത്തണം. അതൊരു 60 വയസ്സിൽ താഴെ. നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക, ഇടതുപക്ഷം തീരുമാനിച്ചില്ല, തെറ്റടിച്ച് തീരട്ടെ. 2 പ്രാവശ്യം ജയിച്ചവര് തോറ്റല്ല, 2 പ്രാവശ്യം ജയിച്ചു എനിക്ക് ചാൻസ് കൊടുക്കില്ല, 60 വയസ്സ് മുകളിൽ കൊടുക്കില്ല. ഈ 2 ക്ലോസ് പറഞ്ഞു നോക്ക്, നിങ്ങൾ UDF-ന് ഭരണം കിട്ടും. അപ്പോൾ ഈ കൊല ഒടുങ്ങിയ ആൾക്കാർക്കൊന്നും കിട്ടില്ല, അവർക്ക് വീട്ടിലിരിക്കട്ടെന്നേ. ഞങ്ങൾ ജനങ്ങളുടെ വികാരമാണ് ഈ പറയുന്നത്. ജനങ്ങളുടെ വികാരം എൻ്റെ വായ്പ വരാണ്. നിങ്ങൾ 60 വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കുക, 2 വർഷം മത്സരിച്ച് കൊടുക്കുകയും ചെയ്ത് അങ്ങനെ പുതുങ്ങൾക്ക് ആവശ്യപ്പെട്ട് ജയിക്കും, വോട്ട് ചെയ്യുമെന്ന്. അങ്ങനെ ഇത്രത്തെ ഉദാഹരണം ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് വരാമെന്നും ജയ് ഹിന്ദ്.